കഞ്ഞിയും കഞ്ഞിവെള്ളവും ഒക്കെ പണ്ട് കാലം തൊട്ടേ നമ്മൾ മലയാളികളുടെ ആഹാരക്രമത്തിന്റെ ഭാഗമാണ്. ക്ഷീണം അകറ്റാനായിട്ട് പലരും ചോദിക്കുന്നത് ഉപ്പിട്ട കഞ്ഞിവെള്ളമാണ്. പക്ഷേ കഞ്ഞിവെള്ളത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളിൽ പലർക്കും വലിയ പിടുത്തമൊന്നുമില്ല. ആയുർവേദത്തിലെ പല മരുന്നുകളും ഒരൽപ്പം കഞ്ഞിവെള്ളത്തിൽ ചാലിച്ച് കഴിക്കാനാണ് വൈദ്യന്മാർ നിർദ്ദേശിക്കാറുള്ളത്. കാരണം അത്രയ്ക്കുമുണ്ട് കഞ്ഞിവെള്ളത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ. പക്ഷേ കാലം മാറിയതോടെ കഞ്ഞിവെള്ളം കുടിക്കുന്നത് കുറച്ചിലായിട്ട് കാണുന്ന ന്യൂ ജനറേഷനാണ് നമുക്ക് ചുറ്റും ഇപ്പോൾ ഉള്ളത്. അയ്യേ കഞ്ഞിവെള്ളമോ എന്ന് ചോദിക്കുന്ന ഒരു തലമുറ. അങ്ങനെയുള്ള തലമുറയിൽപ്പെട്ടവരോട് ചോറ് ഊറ്റിയെടുത്ത ഈ വെള്ളത്തിന്റെ ഉപയോഗം എന്തെന്ന് ചോദിച്ചാൽ പലരും പറയും അമ്മയുടെ സാരി മുക്കാനായിട്ട് പശയായിട്ട് ഉപയോഗിക്കുന്നതാണെന്ന്. അങ്ങനെ ഒരു അറിവ് പോലും ഇല്ലാത്തവരും ഈ തലമുറയിൽ കാണും. കഞ്ഞിവെള്ളം സ്ഥിരമായിട്ട് കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ആരോഗ്യ ഗുണങ്ങൾ മാറ്റി നിർത്തിയാൽ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് മാത്രമല്ല പഴയ ആളുകൾക്കും കഞ്ഞിവെള്ളത്തിന്റെ സൗന്ദര്യ ഗുണങ്ങൾ അറിയാമായിരിക്കും. നമ്മുടെ സ്കിന്നിനെ നല്ല സുന്ദരമാക്കാനും മുഖക്കുരു പ്രതിരോധിക്കാനും കഴുത്തിലെ കറുപ്പ് നിറം അകറ്റാനും മുടി കൂടുതൽ സുന്ദരമാക്കാനും ഒക്കെ ഈ കഞ്ഞിവെള്ളം മാത്രം മതി. ആരോഗ്യ ഗുണങ്ങൾക്ക് മുമ്പേ നമുക്ക് കഞ്ഞിവെള്ളത്തിന്റെ സൗന്ദര്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഞ്ഞിവെള്ളം ഉപയോഗിച്ച് സ്ഥിരമായിട്ട് നമ്മൾ മുഖം കഴുകിയാൽ നമുക്ക് കാലക്രമേണ നല്ല തിളക്കമുള്ള സ്കിൻ കിട്ടും. മാത്രമല്ല മുഖത്തെ അടഞ്ഞ സുഷിരങ്ങളൊക്കെ തുറക്കാനായിട്ട് കഞ്ഞിവെള്ളം ഉത്തമമാണ്. നമ്മുടെ സ്കിന്നിന്റെ നിറവും തിളക്കവും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് കഞ്ഞിവെള്ളത്തിന് സാധിക്കും. മുഖത്തെ പാടുകൾ മാറ്റാൻ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുഖം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാ സൗന്ദര്യ പ്രശ്നങ്ങൾക്കുമുള്ളൊരു പ്രതിവിധിയാണ് കഞ്ഞിവെള്ളം. അതുമാത്രമല്ല കഞ്ഞിവെള്ളത്തിന് നമുക്ക് നല്ലൊരു ടോണറായിട്ട് ഉപയോഗിക്കാം. ഒരു പാത്രത്തിൽ അല്പം കഞ്ഞിവെള്ളം എടുത്ത ശേഷം ഒരു കോട്ടൺ തുണി മുക്കി മുഖത്തും കഴുത്തിലും കഴുത്തിൻ്റെ പിൻഭാഗത്തും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. ഇതൊരു ചെറിയ കാര്യമായിട്ട് വിട്ട് കളയണ്ട. ഇത് സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് സാധിക്കും. നമ്മൾ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് രശ്മികൾ മൂലം നമുക്ക് സ്കിന്നിലുണ്ടാകുന്ന കരിവാളിപ്പ് മാറ്റാനും അനുയോജ്യമായിട്ടുള്ളൊരു പ്രതിവിധിയാണ് കഞ്ഞിവെള്ളം. കണ്ണിന് താഴെ ഉണ്ടാകുന്ന കറുപ്പ് നിറം മാറ്റാനും നമുക്ക് കഞ്ഞിവെള്ളം മാത്രം മതി. ഒരു ചെറിയ കോട്ടൺ പാട് കഞ്ഞിവെള്ളത്തിൽ മുക്കിയ ശേഷം കണ്ണിന് താഴെ വെക്കുക. ഏകദേശം 10 മിനിറ്റിന് ശേഷം മുഖം തണുത്ത വെള്ളത്തിലോ ചെറു ചൂടുവെള്ളത്തിലോ നമുക്ക് കഴുകാം. വാർദ്ധക്യം മൂലം ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകൾ അകറ്റാനും ഈ കഞ്ഞിവെള്ളത്തിന് കഴിയും. ഇനി മുടിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കണ്ടീഷണറാണ് കഞ്ഞിവെള്ളം. ഏതെങ്കിലും ഒരു വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകിയ ശേഷം കഞ്ഞിവെള്ളം മുടിയിൽ തേച്ച് പിടിപ്പിക്കുക. കഞ്ഞിവെള്ളം ഉപയോഗിച്ച് തലയോട്ടിയും മുടിയും മൃദുവായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അല്പനേരം ഇങ്ങനെ ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി കളയുക. മുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും താരൻ്റെ ശല്യം അകറ്റാനും ഒക്കെ ഇത് ഏറെ നല്ലതാണ്. കഞ്ഞിവെള്ളത്തിൽ ധാരാളം പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ തലമുടി വളരാനായിട്ട് സഹായിക്കും. നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനേക്കാളും ഫലപ്രദമാണ് നമ്മൾ വീട്ടിൽ തന്നെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഇങ്ങനെ മുടിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. മുടിയുടെ ആരോഗ്യവും തിളക്കവും നിലനിർത്താൻ കഞ്ഞിവെള്ളം തന്നെയാണ് ബെസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സൂര്യപ്രകാശമേറ്റ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കരിവാളിപ്പിനും മറ്റ് നിറവ്യത്യാസങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു പരിഹാരമാണ് കഞ്ഞിവെള്ളം. അപ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കുറച്ചധികം കഞ്ഞിവെള്ളം എടുത്തിട്ട് കുളിക്കുന്നതിന് മുൻപായിട്ട് ഈ കഞ്ഞിവെള്ളം നമ്മുടെ ശരീരത്തിൽ കോരി ഒഴിക്കാം. ഏകദേശം 15 മിനിറ്റോളം ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ശരീരം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കളയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കരിവാളിപ്പ് മാറി കിട്ടുന്നതായിട്ട് കാണാം. നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന എക്സിമ പോലുള്ള രോഗങ്ങൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മാറ്റാൻ കഴിയുമെന്നാണ് ചില പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. ശരീരത്തിലെ ഇത്തരം പ്രശ്നബാധിത സ്ഥലങ്ങളിൽ തണുത്ത കഞ്ഞിവെള്ളം പുരട്ടി കൊടുത്താലും ഏറെ ഫലപ്രദമാണ്. താരൻ്റെ ശല്യം അധികമായിട്ടുള്ളവർക്ക് നമ്മുടെ തൊലിപ്പുറത്ത് അതായത് നമ്മുടെ കഴുത്തിൻ്റെ പിൻഭാഗത്തും ഇരുവശങ്ങളിലും ഒക്കെ ആയിട്ട് ചെറിയ കുരുക്കളൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുരുക്കൾ മാറാനായിട്ടും കഞ്ഞിവെള്ളം നല്ലതാണ്. ഇനി കഞ്ഞിവെള്ളത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു നല്ലൊരു ദാഹശമനിയാണ് ഉപ്പിട്ട നല്ല കഞ്ഞിവെള്ളം. അമിനോ ആസിഡ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ് ഇവയൊക്കെ കണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ കഞ്ഞിവെള്ളം. പ്രധാനമായിട്ടും ക്ഷീണം അകറ്റാനും അതല്ല എന്നുണ്ടെങ്കിൽ പനി പിടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കുടിക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ കൂടുതലും കഞ്ഞിവെള്ളം പ്രിഫർ ചെയ്യുന്നത്. ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കുന്നത് വയറിളക്കം ബാധിച്ചവർക്കും ഏറെ നല്ലതാണ്. വയറിളക്കമുള്ള ആൾക്ക് മറ്റൊരു ഭക്ഷണവും നൽകിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം നൽകിയാൽ തന്നെ അവരുടെ ക്ഷീണം അകറ്റാനായിട്ട് അത് ഏറെ സഹായിക്കും. നമ്മുടെ ആമാശയത്തിലും കുടലിലും ഒക്കെ ഉണ്ടാകുന്ന വീക്കം തടയാനും കഞ്ഞിവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചാൽ നല്ലതാണ്. കഞ്ഞിവെള്ളം സ്ഥിരമായിട്ട് കുടിക്കുന്നത് മലബന്ധം അകറ്റാൻ സഹായിക്കും. രാവിലെ വെറും വയറ്റിൽ കഞ്ഞിവെള്ളം കുടിക്കുന്നത് ദിവസം മുഴുവൻ നമ്മുടെ ശരീരത്തിന് എനർജറ്റിക് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. ഇതുകൂടാതെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ക്രമപ്പെടുത്തി നിർത്താനും കഞ്ഞിവെള്ളത്തിന് കഴിയും. ഇത്രയേറെ ഗുണങ്ങളൊക്കെയുള്ള നമ്മുടെ കഞ്ഞിവെള്ളത്തിനെ മാറ്റി നിർത്തിയിട്ടാണ് യുവതലമുറ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി വെറുതെ അസുഖങ്ങളൊക്കെ വരുത്തി വെക്കുന്നത്. കഞ്ഞിവെള്ളം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കൂടി അറിയാൻ വയ്യാത്ത ചില ഹൈബ്രിഡ് മലയാളികളും കൂടെ നമ്മുടെയൊക്കെ ഇടയിൽ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ.